പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ഒരുപാട് ശല്യക്കാരായിട്ടുള്ള എലി, പെരിച്ചാഴി, അതുപോലെ തന്നെ പല്ലി, പാറ്റ, എട്ടുകാലി ഇവരെയൊക്കെ ഓടിക്കാനുള്ള 2 കിടിലൻ ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 100% റിസൾട്ട് കിട്ടുന്ന ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഈ പപ്പടമൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ എലികൾ പെട്ടെന്ന് വന്ന് ഇത് കഴിച്ചോളും. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ്. അതൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ 1 സ്പൂൺ ശർക്കരയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഈ പൊടികളും എല്ലാം നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് ഒട്ടും വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. വിനാഗിരി ഒഴിച്ച് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ പപ്പടമൊക്കെ നന്നായിട്ട് ഇതിനകത്തൊന്ന് നന്നായിട്ടിങ്ങനെ കുഴഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന പോലെ അതുപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ തേങ്ങയൊക്കെയുള്ള കുറച്ച് തേങ്ങയൊക്കെ ബാലൻസ് വന്നിരിക്കുന്ന ചിരട്ടയിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികൾ വന്ന് പെട്ടെന്ന് കഴിച്ചോളും. ഇനി നമുക്ക് എലിയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ ഇതുകൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഇത് വെച്ച് കൊടുത്താൽ അവർ വന്ന് കഴിച്ചിട്ട് പിന്നെ അവർ ആ ഭാഗത്തേക്ക് അവരുടെ പിന്നെ ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ എലിയും പെരിച്ചാഴിയൊക്കെ ഓടിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയിലയാണ്. അപ്പോൾ അത് ഒരു 2 എണ്ണം ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കർപ്പൂരം കൂടി പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കർപ്പൂരത്തിൻ്റെയും പുതിനയിലയുടെയും പിന്നെ നമ്മുടെ പനിക്കൂർക്കയിലയുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കിച്ചണിൽ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കിച്ചണിലാണല്ലോ രാത്രി സമയത്ത് കൂടുതലും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അവരുടെ ശല്യം പിന്നെ ഉണ്ടാവത്തേയില്ല. അപ്പം പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും ഈ ഒരു സ്പ്രേയുടെ സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടമല്ല. പുതിനയിലയുടെയും അതുപോലെ കർപ്പൂരത്തിൻ്റെ ഒന്നും. അതുപോലെ ഈച്ച, എട്ടുകാലി, ഉറുമ്പ് ഇതൊന്നും നമ്മുടെ കിച്ചണിലേക്ക് പിന്നെ വരത്തില്ല. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ അതിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ ഈ പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം പിന്നെ ഉണ്ടാവത്തില്ല. നമ്മുടെ വീടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. യാതൊരു ബുദ്ധിമുട്ടോ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല. നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് വീടിനുള്ളിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലും അതിൻ്റെ ഹോളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഹോളിൽ നിന്ന് ആ ഒരു പൈപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാറ്റയുടെയോ പല്ലിയുടെയോ ഒക്കെ ശല്യം മറ്റുള്ള പഴുതാര കീടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ ഒന്നും ശല്യം പിന്നെ ഉണ്ടാവത്തേയില്ല. അപ്പോൾ നല്ലൊരു സ്പ്രേ ആണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.